അങ്ങനെ കുറേ മാസങ്ങളായിട്ട് ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ 2 മാസം കൂടുമ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം വർക്കും തിരക്കാണ്. പാലക്കാട് പൊതുവെ ക്ലൈമറ്റ് നല്ല ഹെവി ഹീറ്റാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് വൈഫിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പഠിച്ച കുട്ടീൻ്റെ കല്യാണം. അപ്പോൾ അവൾ പ്രത്യേകം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോകണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിറ്റൂർ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൺ ഡേ ചിറ്റൂർ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങാമെന്നാണ് പ്ലാന്. അപ്പോൾ എന്താ കുറേ മാസങ്ങൾക്ക് ശേഷം നല്ലൊരു സദ്യ കേട്ടോ, നല്ല ഗംഭീരമായിട്ടുള്ളൊരു സദ്യ വിത്ത് പാലട വളരെ എൻജോയ് ചെയ്ത് കഴിച്ചു. പാലട പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ, എനിക്കും ഫേവറേറ്റാണ്. ഞാനൊരു 3 ഗ്ലാസ് കുടിച്ചിട്ടോ, കൂടുതലൊന്നും കുടിച്ചിട്ടില്ല. അത്രയും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയും എല്ലാ കറികളും നന്നായിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മൾ മീൻ കറി പോലെ നമ്മുടെ പാവയ്ക്ക നമ്മുടെ വെക്കുമല്ലോ, അതൊരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ നെന്മാറയ്ക്കാണ് വന്നിട്ടാ. ഇവിടെ പെറ്റ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം ഹൗസ് ഉണ്ട്, അടിപൊളിയാണ്. വൺ ഡേ ഒക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അവിടെ ഉണ്ട്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ അവിടെ, കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ നിറയെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാലക്കാടൻ ചൂടിൽ നിന്ന് വളരെ ആശ്വാസമാണ്. അപ്പോൾ കയറി ടിക്കറ്റ് 150 രൂപയാണ് കേട്ടോ. 150 രൂപ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൽ പിള്ളേർക്ക് കുറച്ച് നേരം കളിക്കാം. പിന്നെ കുറേ അനിമൽസ് ഉണ്ട് അവിടെ, പ്രത്യേകിച്ച് പാമ്പ്, സ്നേക്കുകൾ കഴുത്തിലിട്ട് തരും. അതന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിള്ളേർ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര വൈറലായിരുന്നു, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള കോഴികളുണ്ട്, പിന്നെ ആമ, പിന്നെ കുതിരയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവമൊക്കെ. പിന്നെ ഇഗ്വാനോണ് അവിടുത്തെ മെയിൻ ആയിട്ട് കേട്ടോ, കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാം, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ആമകളുണ്ട്, പലതരത്തിലുള്ള ആമകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള മങ്കീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു നല്ല അവസരമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ക്ലൈമറ്റാണ്. പിന്നെ നമുക്ക് ദൂരെയൊന്നും ഇപ്പോൾ പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. പിന്നെ പിള്ളേർ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറക്കണം കേട്ടോ, കാരണം ഈ വീഡിയോ ഗെയിമും കാര്യങ്ങളും കളിച്ചിട്ട് തന്നെ ഇവർ സമയം കളയും. പക്ഷേ പുറത്തിറങ്ങിയാൽ ഇവർ തനി കുണം അറിയാം കേട്ടോ, അവിടെ മൊത്തം മറിച്ചിടും. അവർ മാത്രമല്ല, വൈഫും ഒട്ടും മോശമൊന്നുമല്ല. അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ ശരിക്കുള്ള എന്താ പറയുക കലകളൊക്കെ പുറത്തേക്ക് വരുള്ളൂ. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, 2 മണിയായി. കാരണം പോത്തുണ്ടിക്കും പോകാമെന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഇട്ട്, പോത്തുണ്ടിയിലാകുമ്പോൾ കുറച്ച് അഡ്വഞ്ചർ റൈഡിങ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതായത് സ്കൈ സൈക്ലിങ്, സിപ്പ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതുവരെ ഇവിടെ സമയം കളയുന്ന കൊണ്ട് വന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ആദ്യം ശ്രീകുട്ടൻ മോനാണ്, അവൻ ആദ്യം പേടിയായിരുന്നു പാമ്പിന് കഴുത്തിട്ടിടാൻ. പിന്നെ പിള്ളേർക്കൊക്കെ കാണിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പുള്ളിക്കാരൻ 2ാം പ്രാവശ്യം അന്ന് ഞാനൊന്ന് ഇട്ട് നോക്കാച്ചാൽ അതൊന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ്റെ പിള്ളേരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റാണ്. ആശാനൊന്ന് പേടിച്ച് നിൽപ്പാണ്, പക്ഷേ ആ ധൈര്യം നമ്മുടെ അടുത്ത് കാണിക്കണം കേട്ടോ. കാരണം അത് പിള്ളേരൊക്കെ കാണുന്ന വീഡിയോ എന്ന് അവന് 100% അറിയാം, അതുകൊണ്ടാണ്. പിന്നെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം ചിലവുള്ള കാര്യമാണ് കേട്ടോ. പുറത്തിറങ്ങി എന്തായാലും ചിലവില്ലാത്ത ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ വരുമാനം കൊണ്ടാണ് മിക്കവാറും എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ എല്ലാവർക്കും മടിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് നമ്മളൊരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും പുറത്തിറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു ഒക്കേഷന് ഞാൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു പരിപാടിക്ക് ഇപ്പോൾ ഒരു ഒറ്റപ്പാലത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്യാണം എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ നമ്മൾ ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമ്മൾ ഒന്നുമില്ല ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ചോദിച്ച് നോക്കിയിട്ട് ആ ഭാഗത്ത് ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് എന്തായാലും പോകാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോകാറുണ്ട്, തമിഴ്നാടും ഒക്കെ പോകാറുണ്ട് കേട്ടോ. ഞാൻ ഏത് വർക്ക് ഒരു ഭ്രാന്താണല്ലോ. വർക്ക് നമ്മൾ ഇവിടെ കിട്ടാത്ത സ്ഥലങ്ങൾ ലോങ്, ഇപ്പോൾ തിരുപ്പൂർ അല്ലെങ്കിൽ സേലം, ബാംഗ്ലൂർ, അങ്ങനെയൊക്കെ നമ്മൾ വർക്ക് എടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ വർക്ക് എടുക്കുന്നത് നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണാം, അവിടുത്തെ രുചികൾ, ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്നുള്ള രീതിയും. അതൊന്ന് നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയും കൂട്ടി ഒരു പ്രാവശ്യം പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടാണ് 2-3 വണ്ടിയും വാങ്ങി വെച്ച്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ 2-3 വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിൽ പോകാനും കംഫർട്ടായിട്ട് പോകാനും വേണ്ടിയിട്ട്. 7 സീറ്ററൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അധികം ടാക്സും അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഫാമിലി കംഫർട്ടാണ്. പിള്ളേർ വലുതായ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ സീറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 7 സീറ്റ് വണ്ടി വന്നാൽ 7 പേരെന്നെ ഇരിക്കുള്ളൂ. നമ്മൾ പണ്ടൊക്കെ എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ 10 പേരും 12 പേരും തിരികെ കയറ്റിപ്പോവും. പക്ഷേ ഇന്നൊന്നും അത് നടക്കില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പെറ്റ്സ് പാർക്കിൽ കുറേ നേരം സമയം ചിലവഴിച്ചു. കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ അടുത്തത് വന്നിരിക്കുന്നത് പോത്തുണ്ടിയിൽ കേട്ടോ. വൈഫാണ് കൂടുതൽ എക്സൈറ്റഡ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് തുടങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് വന്നിട്ടും സ്കൈ സൈക്ലിങ്ങിൽ ആൾ കയറിയിട്ടില്ല, കാരണം ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. മോളായിരുന്നു അന്ന് റൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതിൽ കയറിയിട്ടുണ്ട്. 200 രൂപയാണ് അതിന്. സിപ്പ് ലൈനിന് 100 റുപ്പീസ്. അപ്പോൾ ഇന്ന് എല്ലാ റൈഡിലും ഇരിക്കണം. സിപ്പ് ലൈന് പിന്നെ വേണ്ട, അന്ന് പിന്നെ സൈക്കിളിൽ പേടിച്ചിട്ട് സിപ്പ് ലൈനിലിരുന്നു. അപ്പോൾ സൈക്കിളന്ന് ചവിട്ടാത്തതും പിന്നെ ഇടയിൽ വന്നിട്ടും മൂപ്പർക്ക് അങ്ങനെ പേടി മാറിയിട്ടില്ല, കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടപ്പോൾ കുറച്ച് ധൈര്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ മക്കൾ ആദ്യം സിപ്പ് ലൈനിൽ കയറണം എന്ന് പറഞ്ഞു. അതിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ 100 രൂപയുണ്ട്, 1 സൈഡേ ഉള്ളൂ. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലാണ്. ഇതിപ്പോൾ രാവിലെ വെയിൽ വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യണ്ട. പിന്നെ 3 മണിക്ക് ശേഷം വന്നത്, ഇപ്പോൾ 3 മണി കഴിഞ്ഞു, വെയിൽ താഴ്ന്നിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ കുട്ടികളുണ്ട് നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരാൻ. അവരാണ് സേഫ്റ്റി പിന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ അണിയിക്കുന്നതും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ അടിപൊളി സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ നമുക്കിതൊരു ഭയങ്കര സംഭവമാണ്. പാലക്കാട് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ വെളിയിൽ പോലെ മൂന്നാറിലൊക്കെ പോയാലാണ് കുറച്ച് അധികം ലോങ്ങിൽ സംഭവം ഉള്ളത്. അപ്പോൾ അവർ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വൈഫൈയിൽ കയറിയിട്ട്, കാരണം ഒരു 15 വയസ്സെങ്കിലും വേണം, ഒരു ഹൈറ്റ് മിനിമം ഹൈറ്റ് വേണം, കാരണം സൈക്കിൾ ചവിട്ടണമല്ലോ. അപ്പോൾ അതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നുമില്ല, കാറ്റത്ത് സെൻറ്റർ എത്തുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാകും, പക്ഷേ നമ്മൾ ചവിട്ടാതിരിക്കരുത്. കൈ വേണമെങ്കിൽ ഹാൻഡിൽ നിന്ന് വിടാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുറുകെ പിടിക്കരുത്. ഒരു മിതമായ രീതിയിൽ പിടിക്കുക, ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക. അത് പതുക്കെ അങ്ങനെ പൊയ്ക്കോളും. പ്രശ്നം ഒരുപാട് സ്പീഡിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്ലിപ്പായി പോകും. കാരണം മെറ്റൽ ഡ്രോപ്പിൽ കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ ആളിതാണ്ട ഷെയ്ക്ക് ചെയ്ത് വന്ന് ഭയങ്കര പേടിയാണ്. താഴത്തേക്ക് നോക്കുന്നില്ല, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അങ്ങനെ ഒരു ഇതിൽ വന്നു, ആൾ സെറ്റായിരുന്നു. പക്ഷേ മോൾ ആദ്യം കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവൾക്ക് ഇത് കണ്ടപ്പോൾ ഒന്നും കൂടി ത്രില്ലായി. ഇവിടെ നേരത്തെ കയറിയിട്ടുണ്ട്. എപ്പോൾ വന്നാലും അഡ്വഞ്ചറിൽ പിന്നെ ആൾ പുലിയാണ്. നമ്മൾ പുറത്തൊന്ന് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നമുക്കറിയില്ല. അമ്മാതിരി പരിപാടികൾ ചെയ്യും. ആൺകുട്ടികളെക്കാളും മേക്കാൻ പാടി പെൺപിള്ളേരാണ് കേട്ടോ. പ്രത്യേകിച്ച് അവളുണ്ട്, നല്ല സ്പീഡിലാണ് പോകുന്നത്. കാരണം അവൾ കുറേ പ്രാവശ്യം ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ഈ ഇന്നാഗ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ വന്നിട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സംഭവം എന്തായാലും സെറ്റായി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ചാർജ് ആയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കിട്ട ഓട്ടമാണ് കേട്ടോ. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് രാത്രി 10 മണി 12 മണിയാവും. പിന്നെയും രാവിലെ അതേപോലെ പോവും. അപ്പോൾ സൺഡേ ഇപ്പോൾ ലീവ് കിട്ടാറില്ല, അത്രയും തിരക്കിലാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നന്ദി, ഈ വിധം എല്ലാ കാര്യങ്ങളും പക്ക പ്ലാനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ എല്ലാവരോടും നന്ദി. വർക്ക് തരുന്നവരോടും കൂടെ പണിയെടുക്കുന്നവർക്കും എല്ലാത്തിനും ഉപരി സർവേഷനോട് പ്രത്യേകം നന്ദി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളി. ഇനി തുടർന്ന് അങ്ങോട്ട് നെക്സ്റ്റ് പ്ലാനിങ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഒരു നല്ലൊരു ലോങ് ട്രിപ്പ് പോകാൻ കൂടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്.